സിനിമയിലായി കഴിഞ്ഞിട്ട് സത്യം പറയുകയാണെങ്കിൽ ഒരു വർഷം മുമ്പ് വരെ ഇതല്ല എൻ്റെ ഫീൽഡ് എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. ഒരു വർഷം മുമ്പ് വരെ എൻ്റെ ഫീൽഡ് വേറെന്തോ ആണെന്നുള്ളൊരു തോന്നലും എപ്പോഴെങ്കിലും ഒന്ന് ഒളിച്ചോടണമെന്നുള്ള തോന്നലും മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരുപാട് ഗ്യാപ്പുകൾ വന്നതും അതുപോലെ തന്നെ ഞാൻ അധികം കോൺസെൻട്രേറ്റ് ചെയ്യാഞ്ഞതും. അപ്പോൾ ഞാനൊരു 100% കോൺസെൻട്രേറ്റ് ചെയ്ത് ഇത് നിൽക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്നുള്ളതിൽ ഒരു വലിയ നിലയിലേക്ക് പോകാമായിരുന്നു. കുറച്ചൊരു കെയർഫുള്ളായിട്ടൊക്കെ നിന്നതാണ്. ഞാൻ കെയർലെസ് ആയിട്ട് അതൊരു എൻ്റെ ഒരു ഫീൽഡ് ഇതല്ല. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ അമേരിക്കയിൽ ഒരാളെ കല്യാണം കഴിച്ചു. അപ്പം ഞാൻ ബേസിക്കലി അമേരിക്കയിൽ പോയി സെറ്റിൽ ചെയ്യാൻ പോവാണ്. പിന്നെ വല്ലപ്പോഴൊക്കെ ഒരു പടം ചെയ്യാൻ കുറച്ച് നാളത്തേക്ക് അങ്ങനെയുള്ളൊരു ധാരണയല്ല വന്നു. പക്ഷേ ഒരു വർഷം മുമ്പ് ഞാനൊരു എന്താ പറയുന്നത് ഒരു റിയലൈസേഷനായിരുന്നു. അതായത് ഞാൻ അമേരിക്കയിൽ പോയി കുറച്ച് നാൾ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാൻ ചെയ്ത തൊഴിലാണ് എൻ്റെ തൊഴിൽ, അതായത് അഭിനയം. ഒരുപക്ഷെ ഞാൻ അതിനായിട്ടായിരിക്കും ജനിച്ചത്, ഒരു നിമിത്തം. അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. കാരണം ഒരു പടം ചെയ്യാൻ വേണ്ടി വന്നു, പിന്നെ അങ്ങനെയാണല്ലോ മുന്നോട്ട് പോയത്. അങ്ങനെ ഒരു നിമിത്തമായിരിക്കണം. മേ ബി ഐ ഹാവ് എ പാഷൻ ഫോർ ആക്ടിങ്. മേ ബി ഐ എം എൻ ആക്ടർ. അതുവരെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നില്ല ഞാനൊരു ആക്ടറാണ്. മേ ബി ഐ എം എൻ ആക്ടർ. ഐ എം ബോൺ ടു ആക്ട്. ഐ എം എൻ ആർട്ടിസ്റ്റ്. അപ്പോൾ അങ്ങനെ ഒരു റിയലൈസേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇച്ചിരി കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഇപ്പം നിൽക്കുന്നത്. അതായത് ആ ഒരു എന്താ പറയുന്ന ഒരു റിയലൈസേഷൻ. അമേരിക്കയിലോട്ട് പോകാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഫാമിലിയിൽ 1-2 പേര് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തു. ഫാദർ ഗ്രീൻ കാർഡ് കിട്ടി, പുള്ളി എനിക്ക് വേണ്ടി ഫയൽ ചെയ്തു. അങ്ങനെ എനിക്ക് ഗ്രീൻ കാർഡ് കിട്ടി. ഞാൻ അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫിനെ പരിചയപ്പെട്ടു. പിന്നെ അങ്ങനെ വൈഫ് കല്യാണം കഴിച്ചു. പിന്നെ അങ്ങനെ കുറേ നാൾ അവിടെ അങ്ങനെ കൂടി. അങ്ങനെയൊക്കെയുള്ളൊരു നാച്ചുറൽ ഡെവലപ്പ്. പക്ഷേ അമേരിക്ക എന്നുള്ള ഒരു ലക്ഷ്യമൊന്നുമില്ല, അങ്ങനെ ഒരു എയിമൊന്നും ഇല്ലായിരുന്നു. ഒരു ഫ്ലോട്ടിങ് സ്റ്റേജാണെന്ന് പറയാം ലൈഫിൽ. ആ ഒരു all these years, maybe past 20 years, I was floating. But now, probably I think I found my boat. And I am in the boat. And I have to see. And I think I know my direction, where to go. But ശരിക്കും ബേസിക്കലി പറഞ്ഞാൽ ഞാനൊന്നും നേടിയിട്ടില്ല. പക്ഷെ എൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് എനിക്ക് തോന്നുന്നത് എനിക്ക് എന്നെ നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇത്രയും യാത്രകളും ഇത്രയും ജീവിത സന്ദർഭങ്ങളിലൂടെ അനുഭവങ്ങളിലൂടെയും ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിലൂടെയൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടും എനിക്ക് എന്നെ നഷ്ടപ്പെടാത്ത ഒരവസ്ഥ ആണ് എൻ്റെ ഏറ്റവും വലിയ നേട്ടം. അതായത് എനിക്ക് എന്നെക്കുറിച്ച് വളരെ നല്ലൊരു ധാരണയുണ്ട്. അതായത് ഞാൻ ഇന്നതായിരിക്കണം. ചെറുപ്പം തൊട്ടേ ഞാനത് ഡെവലപ്പ് ചെയ്തത്. എൻ്റെ ഒരു പേഴ്സണാലിറ്റി ഞാൻ ഡെവലപ്പ് ചെയ്തതാണ്. അതായത് എനിക്ക് ദൈവം തന്നിരിക്കുന്ന സ്പേസ് അത് ഞാൻ എൻഹാൻസ് ചെയ്യാൻ നോക്കുകയാണ്. അതങ്ങ് എൻഹാൻസ് ചെയ്യുകയാണ്. ഒന്ന് മോഡിഫൈ ചെയ്ത് അതിനകത്ത് കുറച്ച് കളറും പുഷ്പങ്ങളും പെർഫ്യൂമൊക്കെ വിരിച്ച് അതൊരു സൊസൈറ്റിയിൽ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുകയാണ്. മറ്റുള്ളവരുടെ സ്പേസിലേക്ക് കിടക്കാൻ എനിക്കിഷ്ടമല്ല. മറ്റുള്ളവരുടെ സംഭവങ്ങൾ പിടിച്ചു മേടിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആവശ്യമില്ലാതെ ഇൻ്റർഫിയർ ചെയ്യുക, ഉപദ്രവിക്കുക. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എനിക്ക് കിട്ടിയിരിക്കുന്ന സ്പേസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ശ്രമം ഞാൻ എന്ന് ഉപേക്ഷിക്കുന്നു അന്ന് എനിക്ക് എന്നെ നഷ്ടമാകും. ആ ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഉണ്ടാകത്തുമില്ലെന്നാണ് എൻ്റെ ഇത്ര നാളും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു നേട്ടം. ഒരുപാട് പേര് നമ്മളെ തെറ്റുകാരനാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് പ്രത്യേകിച്ച് നമ്മളൊരു ശക്തിയായിട്ട് വളരുമ്പം ദർ വിൽ ബി ആൻ ഓപ്പോസിറ്റ് ഫോഴ്സ്. ഇപ്പം നമ്മൾ സിനിമയിലാണെങ്കിലും അത് സയൻറ്റിഫിക്കാണ്, നമ്മൾ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഒരു സിനിമയിൽ നമുക്കൊരു പെട്ടെന്ന് വളർച്ച ഉണ്ടാകുമ്പോൾ ചിലപ്പം മറ്റുള്ള ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അത് ഈ ഒരു വിവരമില്ലായ്മ കൊണ്ടാണ്. കാരണം എല്ലാവർക്കും അവരവരുടെ സ്പേസ് ദൈവം കൊടുത്തിട്ടുണ്ട്. ഓരോ ആക്ടേഴ്സിനും അല്ലെങ്കിൽ ഓരോ പെർഫോമേഴ്സിനും അവരുടെ സ്പേസ് ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പം മറ്റുള്ളവർ അതിനകത്ത് വന്നതുകൊണ്ട് ആ സ്പേസിലേക്ക് വരുന്നില്ലല്ലോ. മറ്റുള്ളവർ വരുന്നത് അവരുടെ സ്പേസിൽ നിൽക്കുകയല്ലേ. അപ്പോൾ ഇതൊരിക്കലും ക്ലാഷ് ആകുന്നില്ല. പക്ഷേ മറ്റുള്ളവർക്ക് ചിലർക്കൊക്കെ ചില ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും പേടിയും ഭയമൊക്കെ ആവശ്യമില്ല ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന ആ ഫീലിങ്സിൽ നിന്ന് ഒരു എനിമിറ്റിയോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും എന്തോ ഒതുക്കണമെന്നുള്ള ധാരണയൊക്കെ ചിലപ്പോൾ ഉണ്ടാകും. അതൊക്കെ വളരെ എന്താ പറയുന്നത്, വളരെ ശൈശവമായ ഒരു ബ്രെയിനിൻ്റെ ചാബല്യമാണത്. അപ്പോൾ അതും നാച്ചുറലായിട്ട് മനുഷ്യനുണ്ടാകുന്നതാണ്. അത് അതിജീവിക്കാൻ പറ്റിയ ആൾക്കാരൊക്കെ വളരെ ചുരുക്കമാണ്. അങ്ങനെയാണ് ഈ ജലസിയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടാകുമ്പം ഈ ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ് ഇസ് സയൻറ്റിഫിക്. ലൈക്ക് ഐ സെഡ്, വെൻ യു ഗ്രോ ആസ് എ ഫോഴ്സ് ദർ വിൽ ബി ആൻ ഓപ്പോസിറ്റ് ഫോഴ്സ്, ലൈക്ക് ന്യൂട്ടൺസ് തിയറി. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഫോഴ്സിനെ ചെറുത്ത് നിൽക്കാനുള്ള ശക്തി നമ്മളിലുണ്ടാക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഇഫ് യു മേക്ക് വൺ മൈനർ മിസ്റ്റേക്ക്, അന്നേരം അത് ഈ ആൾക്കാർ അതൊരു ബ്ലോപ്പ് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. ആ വൺ മൈനർ മിസ്റ്റേക്ക് ഒരു ഭയങ്കര മിസ്റ്റേക്കായിട്ട് കാണിച്ചിട്ട് ടു പുട്ട് യു ഡൗൺ, ടു സ്റ്റാമ്പ് യു, അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മളൊരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ ദേ വിൽ യൂസ് ഇറ്റ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ലൈഫിലുണ്ടായിട്ടുണ്ട്. അത് അവർ യൂസ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഐ ഡോണ്ട് കെയർ. നമ്മുടെ ഒരു കരിയറിൻ്റെ ഒരു പ്രത്യേക നല്ലൊരു ഹൈ പോയിന്റിൽ
പെട്ടെന്നൊരു ആരോപണം നമ്മുടെ മുന്നിലേക്ക് ഉന്നയിക്കുകയും നമ്മളറിയാത്ത പല കാര്യങ്ങളും പറഞ്ഞുണ്ടാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആദ്യം ആസ് എ ഹ്യൂമൻ പെട്ടെന്നൊന്ന് ഡിസ്റ്റർബ്ഡ് ആവും. ഇറ്റ് ടേക്സ് ലിറ്റിൽ ടൈം ഫോർ യു ടു അക്സെപ്റ്റ് ദാറ്റ് പ്രോബ്ലി ഇറ്റ് ഇസ് യുവർ മിസ്റ്റേക്ക്, യു ഷുഡ് ഹാവ് ബീൻ കെയർഫുൾ. നമ്മൾ സത്യം നിൽക്കണം, നമ്മൾ അവസരം കൊടുക്കാൻ പാടില്ല. നമ്മളെ നശിപ്പിക്കാനായിട്ട് നിൽക്കുന്ന കുറേ മണ്ടന്മാരുണ്ട്. അവർക്ക് ആവശ്യമില്ലാത്ത കേസാണിത്. അവർക്ക് ആ സമയം കൂടെ അവരുടെ കരിയറിന് വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ ദേ ക്യാൻ മേക്ക് ഇറ്റ് മച്ച് ബെറ്റർ. അവർക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ പറ്റും. ആ സമയം അവർ മറ്റുള്ളവർക്ക് വേണ്ടി ചിലവഴിക്കണം. അതാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ കുഴപ്പം. നമ്മുടെ കേരളത്തിലെ നല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പ്രോബ്ലം അതാണ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ഇൻട്രസ്റ്റ് എടുക്കുന്നു. അത് യൂറോപ്യൻസ് അല്ലെങ്കിൽ വെസ്റ്റേണേഴ്സ് അങ്ങനെയല്ല. അവരുടെ കാര്യങ്ങൾ അവർ എല്ലാം നോക്കി അവരുടെ എന്നിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കത്തുമില്ല. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ സ്പേസിൽ നിന്നുകൊണ്ട് മാത്രമേ ഉള്ളൂ അവർ കാര്യങ്ങൾ ചെയ്യുള്ളൂ. മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെടാനോ അവരുടെ സ്പേസിൽ കയറി അവരെ ഭരിക്കാനോ ഒന്നും പോകുന്നില്ല. ഈ ഒരു കുഴപ്പം നമുക്ക് പ്രത്യേകിച്ച് മലയാളികൾക്കുണ്ട്. ഈ പിന്നിലുള്ള പ്രേരണകൾ എന്നെ ഒരുപാട് കുഴപ്പങ്ങളിലേക്ക് നടത്തി. കാരണം എന്നെ സഹായിക്കാൻ അല്ലെങ്കിൽ എന്നെ ഉപദേശിക്കാൻ എന്ന പ്രിടെക്സ്റ്റിൽ, അങ്ങനെയുള്ള ഭാവത്തിൽ നമ്മുടെ ഈവൻ ഫാമിലിയിലുള്ള ചില ആൾക്കാർ പോലും നമ്മളെ ഇങ്ങനെ സഹായിക്കാൻ എന്നുള്ള രീതിയിൽ നമ്മളെ ഇങ്ങനെ വന്നിട്ട്, ആക്ച്വലി അവരുടെ ഉദ്ദേശം ഇറ്റ് വാസ് ജലസി. നമ്മളെ ഡിസ്ട്രോയ് ചെയ്യുള്ളൂ എന്നാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ ഞാൻ വിശ്വസിച്ചിരുന്ന ഒരാൾ, എൻ്റെ ഫാമിലിയിലുള്ള ഒരാൾ പോലും നമ്മളെ മിസ്ഗൈഡ് ചെയ്തു. പക്ഷേ ഐ ട്രസ്റ്റഡ് ഹിം. അത് മിസ്ഗൈഡ് ചെയ്തതുകൊണ്ട് ഒരുപാട് കുഴപ്പമില്ല. പക്ഷേ പെട്ടെന്ന് ഐ റിയലൈസ്ഡ് ഇറ്റ്. ഐ ഹാവ് ഫാസ്റ്റ് ബ്രെയിൻ. കുറച്ച് പെട്ടെന്ന് റിയലൈസ് ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് ഐ ടുക്ക് മൈ ഓൺ ഡിസിഷൻസ്. ഞാൻ തന്നെ എൻ്റെ മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ ഫിസിക്കലിയും മെൻ്റലിയും കുറച്ച് മെഡിറ്റേഷനൊക്കെ ചെയ്തു. പിന്നെ മൈ വൈഫ് ഷീസ് ബീൻ വെരി അണ്ടർസ്റ്റാൻഡിങ്. എൻ്റെ ലൈഫിൽ ഏറ്റവും when I hit the rock bottom, I met her. അതായത് ലൈഫിൽ ഏറ്റവും താഴെ ഞാൻ ഡീപ്പിൽ ചെന്ന് റിവറിനകത്ത് മുങ്ങിപ്പോയി, റോക്ക് ബോട്ടം, there was nothing lower. ആ സമയത്താണ് ഞാൻ എൻ്റെ വൈഫിനെ മീറ്റ് ചെയ്യുന്നത്. She was very understanding, she understood everything, she guided me. And I also started doing things on my own. I don't listen to anybody. കാരണം when you want to talk, you talk to God. You know why? When you talk to God, He doesn't speak back. ദൈവത്തിനോട് നമ്മൾ പറയുമ്പോൾ പുള്ളി നമ്മളോട് ഒരിക്കലും പറയില്ല, നീ ഇത് ചെയ്യ്, നീ അത് ചെയ്യ്, അങ്ങനെ പറയില്ല. അതേസമയത്ത് നമ്മൾ ദൈവത്തിനോട് സംസാരിക്കും, നമ്മുടെ കാര്യങ്ങളല്ല പറയുന്നത്. നമ്മുടെ കാര്യങ്ങൾ പറയുമ്പം വാട്ട് യു ആർ ഡൂയിങ്, യു ആർ റീമൈൻഡിങ്. നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മുടെ മനസ്സിൽ കൂടി ഇങ്ങനെ റീമൈൻഡ് ചെയ്ത് അത് നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. അവിടെയാണ് ഈ ഗോഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ, സോറി ഐ എം സേയിങ് ഇറ്റ് കോൺസെപ്റ്റ്, I take it as a concept. Of course I believe in Christ, I believe in Nabi, I believe in all those people. They were people, I'll call them people, genuine people. They were all people. They were really people, not us. So അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ സംസാരിക്കും, നമ്മൾ റീവൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ യു നോ യുവർ സെൽഫ് വേർ യു മെയ്ഡ് മിസ്റ്റേക്ക്. അപ്പം നമുക്ക് മനസ്സിലാകും നമ്മൾ ആ മിസ്റ്റേക്ക് ചെയ്തു, അതുകൊണ്ട് വി ഷുഡ് നോട്ട് ഡു ദാറ്റ്, വി ഡിഡ് ദാറ്റ് മിസ്റ്റേക്ക്, സോ വി ഷുഡ് ഡു ദിസ് വേ. അങ്ങനെ ദൈവത്തിനോട് സംസാരിക്കുമ്പോൾ, ആ കോൺസെപ്റ്റിനോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു അഡ്വൈസും കിട്ടുന്നില്ല. അഡ്വൈസ് കിട്ടുന്നത് റോങ് അഡ്വൈസ് ആണെങ്കിലോ ഹി ഡസൻ സ്പീക്ക്, ഹി ലെറ്റ് യു തിങ്ക്, ഗോഡ് ലെറ്റ് യു തിങ്ക്. ഞാൻ പെട്ടെന്ന് കരയുന്ന ഒരാളാണ്. അതായത് എന്നെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിക്കുന്നത് ഈ പോവർട്ടിയാണ്. അതായത് എൻ്റെ ഒരു സെറ്റ് ബാക്കൊന്നും എന്നെ കരയിച്ചിട്ടില്ല. പക്ഷേ ഞാനിപ്പോൾ ഒരു റോഡിൽ കൂടി ഒരു കൊച്ചുകുട്ടി ഭക്ഷണമില്ലാതെ നടന്നു പോകുന്നതാണ് ഞാൻ പെട്ടെന്ന് ഇമോഷണലായി പോകും. കാരണം എന്നെ സംബന്ധിച്ചുള്ള ആ ഒരു പോവർട്ടി എന്ന് പറയുന്ന സംഭവം ഒരു ശാപമായിട്ടാണ്. എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ ആൾക്കാരെ സൃഷ്ടിച്ചു എന്ന് ഞാനിങ്ങനെ ചോദിക്കാറുണ്ട്. അതായത് ആ ഒരു സംഭവം, ആ പോവർട്ടി. അപ്പോൾ ഇപ്പോൾ ഫുഡാണെങ്കിലും ഞാൻ എന്ത് ഫുഡ് വന്നാലും ഞാൻ കഴിക്കും, കാരണം എനിക്കതുണ്ട്. അപ്പോൾ അമ്മച്ചി ചോദിക്കും, നിനക്ക് എന്താണ് നീ ഒന്നും പറയാത്തത്, നീ ഇപ്പോൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വന്നിട്ട് നീ ഇറച്ചി വേണോ മീൻ വേണോ, നീ ഒന്നും ചോദിക്കുന്നത്. ഞാൻ അമ്മച്ചിയോട് പറയും, ഞാൻ അമ്മച്ചി ഉണ്ടാക്കി വയ്ക്കുന്ന കഴിക്കും. കാരണം ഒരിക്കലും ഫുഡിനെ നിന്ദിക്കാൻ പാടില്ല. ഇത് കിട്ടാത്ത ഒരുപാട് പേര് ഇന്ന് ലോകത്തുണ്ട്. അതെന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു സംഭവമാണ്. വേറെ അങ്ങനെയുള്ള പേഴ്സണൽ പ്രോബ്ലമൊക്കെ നമ്മൾ സോൾവ് ചെയ്യും, മുന്നോട്ട് പോകും. ഇപ്പം ഹൈലി സക്സസ്ഫുൾ ആണെങ്കിൽ നമ്മളിവിടെ you are not going to live here for 700 years. You live hardly 70, 60 or 50. And it doesn't make any sense. But I always wanted kids because to continue, I have them, so it's fine. പണ്ടുപോലെ എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യം ഈ വിശക്കുന്ന കുട്ടികൾ, കാരണം അവർ ധരിക്കുന്ന ഡ്രസ്സൊക്കെ കാണുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഉദ്ദേശം തന്നെ ലൈഫിൽ പൈസ ഉണ്ടാക്കണം, അല്ലെ പണം ഉണ്ടാക്കണം എന്നുള്ളൊരു ഉദ്ദേശം തന്നെ, എൻ്റെ ഒരു ഉദ്ദേശം ഇങ്ങനെ എന്തെങ്കിലും ചാരിറ്റിയിലേക്ക് പോകാനുള്ള ഒരു സംഭവം. പക്ഷേ അതിലേക്ക് എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല. അതിനെത്തിയേനെ കുറേ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെന്ന് ഞാൻ അതിനകത്ത് എത്തിയിട്ട് ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ട് I would have taken care of those kids. എൻ്റെ ഒരു മെയിൻ എയിം അതായിരുന്നു ലൈഫിൽ. പക്ഷേ അതിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. ഇപ്പം I have to take care of myself first. Charity begins at home എന്നാണ്. നമ്മളെ സേഫ് ആക്കിയിട്ടേ നമുക്ക് മറ്റുള്ളവരെ സേഫ് ആക്കാൻ പറ്റുള്ളൂ.
അതുപോലെ ഈ സോഷ്യൽ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഇറങ്ങി നടപ്പുണ്ടല്ലോ. ലുക്ക് അറ്റ് ദെയർ ഫാമിലി. They have to set their family well, then they can go and repair other people's family. This is all just publicity, bullshit, you know. സുഹൃത്തുക്കളാണെന്ന് ധരിച്ചിരുന്ന പലരും സുഹൃത്തുക്കളല്ലായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. ഞാൻ വിശ്വസിച്ച ഒരുപാട് പേര് അവരൊന്നും they were not trustworthy, they were not trustworthy. അങ്ങനെ ഒരു വേർപാട്, അതൊരു വേർപാട് തന്നെയാണ്. അതായത് നമ്മൾ you disown them completely. You don't own them anymore. അത് ശരിക്കും ഒരാൾ മരിക്കുന്ന പോലെയാണ്. അങ്ങനെയുള്ള ഒരുപാട് വേർപാടുകൾ ഉണ്ടായിട്ടുണ്ട്. അത് വേദനിപ്പിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ വിശ്വസിച്ച് നമ്മളത്ര മാനസികമായിട്ട് അടുത്ത ആൾക്കാർ നമ്മളെ they turn around, they become poisonous, or they have been already poisonous, but they show their real poison or color when you have problem. Then you have only one choice. എനിക്ക് ആ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഇല്ല. അത് നമ്മൾ കാണിക്കാൻ വേണ്ടി ബന്ധങ്ങൾ I just disowned them. So I had to disown maybe few very, very close people. That is like somebody is dying. You still have that pain that you don't have them. You cannot have them. You cannot love them. നമ്മളെ മനസ്സിലാക്കാൻ പോയതല്ല, അവർക്ക് നമ്മളെ അറിയാമായിരുന്നു. Just because I am popular, just because I have money, they were all around. But when I had a little problem, they all wrote me off. They thought I will never come up. I hit the rock bottom and I will never come up. I will never breathe again. I will never come on the surface of the water and breathe again, they thought. But I showed them that I am back, I am breathing. I am still doing a couple of movies as hero, and I have many offers, and I have a lot of contacts. It was just my choice. If I wanted to concentrate, I could have concentrated, and I could have fought, and I could have won. And even though it was late, I did it. I fought, I won, and I am still there, breathing, kicking. നമ്മുടെ ഒരു പാസിംഗ് ഫേസാണ് ഇവിടെ ലോകത്തെന്ന് പറയുന്നത്. ഇത് ദൈവം തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ് ഈ ലൈഫ്. ഇതൊരു ഗിഫ്റ്റാണ്. എന്നെ സംബന്ധിച്ചുള്ള ഓരോ മൊമെൻറ്റും it's so beautiful. There are so many people with no legs, they are limp, they cannot walk. God gave me everything. What more can I ask? Nothing more. It's a gift. So I don't have time to waste for useless people. I just disown them. That's all. Because they just waste your time. I would like to sit with my wife and my kids and then have a coffee rather than going for a party and wasting my time with useless people. When they go by, then you get out of the room, they talk bad about you. Why? Why waste time? You're a human being. You're basically a human being. You want to love people. You want to be loved by people. It's like that. You want a very pleasant situation around you. You want a nice society around you. നമ്മുടെ പ്രോബ്ലം സൊസൈറ്റിയിലെ ഏറ്റവും വലിയ പ്രോബ്ലം എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ഇൻ്റലിജൻസ്. ബേസിക്കലി നമ്മൾ പറയും കേരളക്കാർ ഭയങ്കര ബുദ്ധിയുള്ളവരാണ്. ബുദ്ധിയുള്ള ഒരാളും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടക്കുകയില്ല. ബുദ്ധിയുള്ള ഒരു മനുഷ്യനും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടുകയും മറ്റുള്ളവർക്ക് പാര വെക്കാനോ പോവുകയില്ല. ദാറ്റ് മീൻസ് ലാക്ക് ഓഫ് ഇൻ്റലിജൻസ്. IQ issue. If you are intelligent, you will not hurt me. You will not grab my things. You will let me live and you will live. പക്ഷെ നമ്മുടെ ആൾക്കാർ അങ്ങനെയല്ല. യു ട്രൈ ടു പാര എന്ന് പറയുന്ന സമയം നോ പാരയല്ല, ഇറ്റ്സ് JCB ആണ്. പാര ഇസ് നത്തിങ്. ഈ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ടു റീച്ച് എ പോയിന്റ് വെയർ ഐ ആം ഹാപ്പിനെസ്. I don't care whether I am going to win Oscar, or I don't care whether I am going to become a big artist, painter, or a very successful actor. A point where I reach where I am very happy, like I do what I want, like some charity, and be with my wife and kids and grandkids. That is family. That family is the most important thing. Adana nammade oru base society ade ettom adu nammade successful aanengil I think you are a successful person. അതാണ് എൻ്റെ ഒരു ലക്ഷ്യം. പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ ഒരു എല്ലാം സംഭവിക്കുന്നത് നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ടും നമ്മുടെ ഒരു ഔട്ട്ലുക്ക് കൊണ്ടും സംഭവിക്കുന്ന കുറേ കാര്യങ്ങൾ അറൗണ്ട് യു എന്നുള്ളൂ. ബട്ട് ബേസിക്കലി ആസ് എ പേഴ്സൺ യു ഹാവ് ടു ബി ഹാപ്പി, വെദർ യു ആർ ലിവിങ് ഇൻ എ ഹട്ട് ഓർ മേ ബി യു ഹാവ് ഓൺലി വൺ ടൈം മീൽ, ബട്ട് ഇഫ് യു ആർ ഹാപ്പി, ദാറ്റ്സ് മൈ എയിം. മറ്റെല്ലാം ഇങ്ങനെ ഹാപ്പനിങ് അറൗണ്ട്. നത്തിങ് ഈസ് പെർമനൻറ്റ്. Even if you win Oscar, it's not permanent. After 50 years, people will forget you. But the moment you leave, the moment you enjoy, even with you, whatever it is, it's reality. So, നമ്മൾ ഡിസിഷൻ എടുക്കുക ഒരുപാട് ചിന്തിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുന്നത്. ബട്ട് ഇറ്റ് ക്യാൻ ഗോ റോങ്. പറഞ്ഞ പോലെ
ഒരുപാട് കാര്യങ്ങൾ ബന്ധപ്പെട്ടായിരിക്കും ആ ഒരു ഡിസിഷൻ ചെയ്യുന്നത്. പല ആൾക്കാർ ബന്ധപ്പെടുന്നുണ്ടാവും. അപ്പം ഇറ്റ് ക്യാൻ ഗോ റോങ്. അത് സംഭവിക്കാം. അത് സംഭവിച്ചിട്ടുണ്ട്. അത് തെറ്റായിരുന്നു. ഇനി അങ്ങനെ ആ ഡിസിഷൻസ് എടുക്കുമ്പോൾ കുറച്ചുകൂടെ കെയർഫുൾ ആയിരിക്കണം. അതേസമയം നമ്മളൊരു മനുഷ്യനാണ്, നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അതും മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ റോങ് ഡിസിഷൻസ് എടുക്കാതെ ഇരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകില്ല. ഞാൻ മാക്സിമം ട്രൈ ചെയ്യും വേദനിപ്പിക്കാതിരിക്കാൻ. അതായത് ഒരുപാട് ശരവർഷങ്ങൾ വാക്കുകൾ നമ്മളെ നേരെ നോക്കി ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ട്, കുത്തിവാക്കുകളും അതൊക്കെ. പക്ഷേ ഞാനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല, തിരിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ എല്ലാത്തിനും ഇപ്പം മെറ്റലിനാണെങ്കിലും ദർ ഇസ് എ ബ്രേക്കിംഗ് പോയിൻറ്റ്. എത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിൽറ്റ് സാധനമാണെങ്കിലും ഒരു ബ്രേക്കിംഗ് പോയിൻ്റ് ഉണ്ടാവും. ഇപ്പോൾ എത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു മെറ്റലാണെങ്കിലും ഒരു ബോയിലിംഗ് പോയിൻ്റ് ഉണ്ടാവും. വാട്ടർ ഇസ് ബോയിലിംഗ് പോയിൻറ്റ്, മെറ്റൽ ഇസ് മെൽറ്റിംഗ് പോയിൻറ്റ്. അപ്പം അങ്ങനെയുള്ള ഒരു പോയിന്റിൽ ഞാൻ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഡോണ്ട് കെയർ. ഐ ജസ്റ്റ് സ്ക്രൂ ഹിം അപ്പ്. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. ഓൾ മൈ soft mind will go. Then I become a different person. Then I tell him, guy, look, don't F with me. If you F with me, you are finished. I warn him. Usually with that warning they go away, because they realize that I am not a fool. When they talk, they keep talking and I take it, they think I am a fool. I don't know anything, but I am tolerating it. But when it becomes beyond my toleration, beyond, then I tell them, keep off. മരണത്തെക്കുറിച്ചാണല്ലോ എനിക്ക് പണ്ട് മുതലേ യാതൊരു പേടിയില്ല. കാരണം ഈ ഫൈറ്റ് സീക്വൻസ് ഒക്കെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഞാൻ തന്നെ ചെയ്യാറുണ്ടായിരുന്നു. അതായത് മരണക്കിണറ്റി ബൈക്ക് ഓടിക്കുക, അവിടുന്ന് ചാടുക, മൊത്തം എല്ലാം ചെയ്യുക. മരണത്തെക്കുറിച്ച് അങ്ങനെ എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷെ ഇപ്പം ഞാൻ കുറച്ച് കെയർഫുള്ളാണ്. കാരണം മൈ വൈഫ് സെഡ്, നൗ വി ആർ ദെയർ, ബി കെയർഫുൾ. അങ്ങനെയൊന്നുമില്ല. ഐ എം ബേസിക്കലി എ ഫിയർലെസ് പേഴ്സൺ. മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു വീക്ക്നെസ് പേടിയാണ്. അതുവരെ നമ്മളെ അറിയാവുന്ന ആൾക്കാർ ഇൻഫ്ലിക്റ്റ് ചെയ്യാൻ നോക്കി എനിക്ക്, എൻ്റെ മനസ്സിലേക്ക്, ടു കറപ്റ്റ് മൈ മൈൻഡ്. ദ ട്രൈഡ് മെനി തിങ്സ്, സൈക്കോളജിക്കൽ അറ്റാക്ക്, ഫിസിക്കൽ അറ്റാക്ക്, a lot of attacks, but I didn't give in. I was strong. നമ്മുടെ ചില ആൾക്കാരുണ്ടല്ലോ, എന്തെങ്കിലും തരത്തിൽ നമ്മളെ പാരമൊക്കെ പല രീതിയിൽ പാര വരും. സൈക്കോളജിക്കലായിട്ട് പാര വെച്ചോളാം ചിലർ. ഈ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്ന പോലെയാണ്. ബയോളജിക്കൽ വാർഫയർ ഉണ്ട്, അമ്യൂണിഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം ട്രൈ ചെയ്യും ഈ ആൾക്കാർ. എന്ത് സമയം അവർ കളയുന്നത് മറ്റുള്ളവരെ കിട്ട് പാര വെക്കാൻ വേണ്ടി. Why can't they improve themselves? That's what I said. IQ problem is very big here. പുറത്തുനിന്ന് ആര് നോക്കിയാലും എനിക്ക് തോന്നുന്നില്ല എന്നെ പിടികിട്ടുമെന്ന്. കാരണം അവർക്കൊക്കെ ഒരു റോങ് കോൺസെപ്റ്റാണുള്ളത്. കാരണം എൻ്റെ ഒരു ബേസിക് അപ്പിയറൻസ് തന്നെ വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു മൂഡിൽ നിന്ന് ഐ ക്യാൻ ജസ്റ്റ് ഗോ ടു എ വെരി, എന്താ പറയുന്നത്, ഭയങ്കര ഒരു ക്രൂവൽ അപ്പിയറൻസിലേക്ക് പോകാൻ പറ്റും. 0 to 100. അപ്പം എൻ്റെ മൂഡ് അനുസരിച്ച് എൻ്റെ അപ്പിയറൻസ് തന്നെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഉത്തമനകത്തെ ആ ഒരു അപ്പിയറൻസും, നന്ദകുമാർ ഈ അപരാണത്തിനകത്ത് ഒരു പാവം നന്ദകുമാർ, അങ്ങനെയുള്ളൊരു സംഭവം ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല പുറത്തുള്ള ആൾക്കാർക്ക് എന്നെ അങ്ങനെ ഒരു വലിയ പിടുത്തം കിട്ടിയിട്ടുണ്ടെന്ന്. ചിലർ സിനിമ കണ്ടിട്ട് ഭയങ്കര ക്രൂരനായിട്ടൊരു മനുഷ്യനെ ആണ് പ്രതീക്ഷ. പക്ഷെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ഞാൻ വളരെ സോഫ്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മളെ ഒരുപാട് ശല്യം ചെയ്ത് കഴിയുമ്പോൾ ഐ ബിക്കം ടു ദാറ്റ് പോയിന്റ്. സോ ദേ ഗെറ്റ് കൺഫ്യൂസ്ഡ്, വാട്ട് ഈസ് ദിസ് പേഴ്സൺ. പക്ഷെ ഞാൻ എന്നെ വിലയിരുത്തുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഓൾ മൈ വീക്ക് പോയിൻറ്റ്സ് ഐ നോ. ഐ ടേക്ക് ഇറ്റ് ആസ് മൈ സ്ട്രെങ്ത് ബിക്കോസ് ഐ നോ ദം. അതെൻ്റെ ഒരു മനുഷ്യൻ്റെ വീക്ക്നെസ് ആ മനുഷ്യൻ അറിയാമെങ്കിൽ അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയും അത് സ്ട്രെങ്ത് ആക്കി എടുക്കാൻ പറ്റുകയും ചെയ്യും. സോ അത് അറിയാതെ വരുമ്പോഴാണ് ഈ മണ്ടത്തരങ്ങൾ പറയുന്നത്. എനിക്ക് ദൈവം തന്നൊരു ഗിഫ്റ്റാണ് ഈ ലൈഫ്. സോ ഐ എം വെരി ഹാപ്പി. പ്രോബ്ലി നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ പലതും നടക്കാതെ പോയിരിക്കാം. പക്ഷേ വാട്ട് ക്യാൻ യു ഡു? യു ആർ എ ഹ്യൂമൻ. യു ട്രൈ, കീപ് ട്രൈയിങ്. അതായിട്ട് ഞാൻ കീപ് ട്രൈയിങ്.